പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ലുക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള തിരുവചനത്തിൽ യേശുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അവിടുന്ന് പറയുകയാണല്ലോ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും. തുടർന്ന് പറയുകയാണ്, അന്ധർക്ക് കാഴ്ച. അന്ധർക്ക് കാഴ്ച. യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ യേശു അന്ധനായ വ്യക്തികളെ സുഖപ്പെടുത്തുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രപഞ്ചം കാണുവാൻ സാധിക്കാൻ പറ്റാതെ കൊണ്ട് ജന്മനാ തന്നെ അന്ധനായ വ്യക്തികൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള അന്ധർക്ക് കാഴ്ച, 2 തരത്തിലുള്ള അന്ധതയുണ്ട്. ആത്മീയ അന്ധത ബാധിച്ച വ്യക്തികളാണ് ഇന്ന് തിരുസഭയിൽ നല്ലൊരു ശതമാനവും. വരുന്നു, കൂടുന്നു, പോകുന്നു. ആത്മീയമായി യാതൊരു വളർച്ചയുമില്ല. ആത്മീയ അന്ധത വ്യാപിച്ച വ്യക്തികൾ ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട്. ആത്മീയമായിട്ട് യാതൊരു വളർച്ചയുമില്ല. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയുടെ നന്മ കാണാൻ പറ്റാത്ത തരത്തിലുള്ള അന്ധത ബാധിച്ച വ്യക്തികളുണ്ട്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി നന്മ ചെയ്യുമ്പോൾ ആ നന്മയിൽ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ എതിർക്കുകയും ആ നന്മ ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സകല സൂത്രപ്പണികൾ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ അന്ധന്മാർ തന്നെയാണ്, ഒരു സംശയവുമില്ല. നമുക്ക് കാണുവാൻ സാധിക്കും, അന്ധരായിട്ട്, കണ്ണുണ്ടായിട്ടും അന്ധനായിട്ട് ജീവിച്ച ചില വ്യക്തികളെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. യേശു തിരഞ്ഞെടുത്ത 2 ശിഷ്യന്മാരെ എമ്മാവൂസിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ പീഡാനുഭവത്തിന് ശേഷം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം യേശു അവരുടെ കൂടെ സംസാരിച്ച് വർത്തമാനവും പറഞ്ഞ് നടന്നിട്ട് അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. അവരുടെ കണ്ണ് അന്ധമായിരുന്നു. ഇന്ന് നമ്മുടെ കൂട്ടായ്മകളിലും ആത്മീയമായ നല്ല ജീവിതം നയിക്കുന്ന വ്യക്തികളെ ഒന്ന് കാണുവാൻ സാധിക്കാത്ത വിധം അന്ധത ഉള്ള ലീഡേഴ്സ് പോലുമുണ്ട്, കോർഡിനേറ്റർമാർ പോലുമുണ്ട്. ഇടവകയിൽ പോലും അന്ധത ബാധിച്ച അനേകം ഇടവക ജനങ്ങളുണ്ട്. കണ്ണു തുറക്കാത്ത, മറ്റുള്ളവരുടെ നന്മ കാണാൻ സാധിക്കാതെ കൊണ്ട് കണ്ണുകൾ അന്ധത ബാധിച്ചടഞ്ഞുപോയ, ഹൃദയം മുരടിച്ചുപോയ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടായ്മകളിലുണ്ട്. മറ്റുള്ളവരുടെ തിന്മകൾ മാത്രം കണ്ടുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, അവരുടെ നന്മ കാണാതെ വിധം അന്ധരായി മാറിയ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്, നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. മറ്റൊരാളുടെ നന്മ കാണാൻ അവരെ കൊണ്ട് ഒരിക്കലും സാധിക്കുന്നില്ല. അവർ മാക്സിമം തിന്മ കാണുന്നു, കുറവ് കാണുന്നു, അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു അന്ധതയാണ്. ഇവിടെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ യേശുവുണ്ട്. യേശു സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വർത്താനമൊക്കെ പറഞ്ഞാണ് ഇവർ പോകുന്നത്. ഇവർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ നടന്ന, ജെറുസലേമിൽ നടന്ന കാര്യങ്ങളൊന്നും താങ്കൾ അറിയാത്ത ഒരു ദൂരദേശക്കാരനാണോ താങ്കൾ? ഇവിടെ വലിയ ഗംഭീരമായ പരിപാടിയൊക്കെ നടന്നു, ഞങ്ങളൊക്കെ അതിന് സാക്ഷികളാ. ഒരു യേശു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു നല്ല മനുഷ്യനായിരുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോലും തീറ്റി തൃപ്തരാക്കിയ വ്യക്തിയാണ്. കുരുടന്മാർക്ക് കാഴ്ച കൊടുത്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ മരിച്ചവനെ ഉയർപ്പിച്ച വ്യക്തിയാണ്.
അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ മേൽ, ആ യേശുവിൻ്റെ മേൽ പലതരത്തിലുള്ള കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇവിടുത്തെ യഹൂദന്മാരെല്ലാവരും കൂടി പിടിച്ച് ക്രൂശിച്ചു കൊന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം യേശു അവരോട് പറയുന്നുണ്ട്, യേശു ഇതെല്ലാം സഹിക്കണമെന്ന് പ്രവാചകന്മാരൊക്കെ എഴുതി വെച്ചേക്കുന്നതല്ലേ, അതെല്ലാം ഇവിടെ നിറവേറപ്പെടണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് പോലും ഇവർക്ക് മനസ്സിലായില്ല കൂടെ നിൽക്കുന്നയാൾ യേശുവാണെന്ന്. ഇന്നും അങ്ങനെ തന്നെയാണ്. കൂടെ നിൽക്കുന്ന വ്യക്തികളുടെ നന്മ തിരിച്ചറിയുവാൻ പറ്റാത്ത തരത്തിൽ അന്ധത ബാധിച്ച കൂട്ടായ്മ ലീഡേഴ്സുണ്ട്, കൂട്ടായ്മകളുണ്ട്. കൂട്ടത്തിലുള്ള വ്യക്തികളുടെ നന്മ കാണുവാൻ പറ്റാത്ത വിധം, അവരുടെ സൽപ്രവൃത്തി കാണാൻ പറ്റാത്ത വിധം അന്ധത ബാധിച്ചവരുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ യേശു എന്ത് ചെയ്തു? അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അന്ന് യേശു ക്രിസ്തു വാഴ്ത്തി മുറിച്ച അതേ അപ്പം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും അന്ധരായിട്ട് ജീവിക്കുന്നവരാണെന്ന് പറയാൻ പറ്റും. ഇവിടെ കർത്താവ് വന്നിരിക്കുന്നത് അന്ധരായവർക്ക്, അതായത് അന്ധർക്ക് കാഴ്ച നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ വന്നത്. എനിക്ക് മറ്റുള്ളവരുടെ നന്മ കാണാൻ സാധിക്കാതെ വിധം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. മറ്റുള്ളവരുടെ നന്മ കാണുവാനും നന്മ പ്രോത്സാഹിപ്പിക്കുവാനും പറ്റാത്ത വിധം എൻ്റെ കണ്ണ് അന്ധമായി പോയിട്ടുണ്ടെങ്കിൽ നാം പ്രാർത്ഥിച്ച് ഈ മേഖലയിൽ ആ അന്ധതയിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കണം. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും കൊടുക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നല്ലോ കർത്താവേ. ഞങ്ങൾ പലരും അന്ധരായി മാറിയിരിക്കുന്നു. മറ്റുള്ളവരുടെ നന്മ കാണുവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കുവാൻ, മറ്റുള്ളവരുടെ നന്മ പറയാൻ പോലും പറ്റാത്ത വിധം, മറ്റുള്ളവരിൽ അങ്ങയെ ദർശിക്കാൻ പറ്റാത്ത വിധത്തിൽ അന്ധരായി മാറിയ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്ന് ഞങ്ങളുടെ അന്ധത മാറ്റി ഞങ്ങൾക്ക് വെളിച്ചം നൽകി അങ്ങയുടെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.